ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തുടർന്നുള്ള നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം, 1 John chapter 4 beginning with verse 12 to 16, അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അവിടുത്തെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. നാം അവനിലും അവിടുന്ന് നമ്മിലും വസിക്കുന്നു എന്ന് അവിടുന്ന് തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. യേശു ദൈവപുത്രൻ എന്ന് സാക്ഷീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ഈ ദിവസങ്ങളിലായിട്ട് യോഹന്നാൻ്റെ ലേഖനങ്ങളിൽ നിന്ന്, 1-ാമത്തെ ലേഖനത്തിൽ നിന്ന് ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ നിന്ന് നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. യോഹന്നാൻ്റെ ലേഖനത്തിൽ സ്നേഹത്തെക്കുറിച്ച്, അന്യോന്യം സ്നേഹിക്കുക എന്നുള്ള വിഷയത്തെക്കുറിച്ച് വളരെ പ്രാധാന്യം യോഹന്നാൻ അപ്പോസ്തലൻ നൽകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. ഒരു വലിയ ഭാഗം, ആ ലേഖനങ്ങളിൽ ഒരു വലിയ ഭാഗം സ്നേഹത്തെക്കുറിച്ച് പറയുവാനായിട്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ ആ കാര്യം നമുക്ക് ആവർത്തിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്നേഹമെന്നുള്ളത് ഇറ്റ് ക്യാൻ ബി കമാൻഡഡ്, ഇറ്റ് ക്യാൻ ബി ഒബെയ്ഡ്. ഒബേ ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് സ്നേഹം. അതുകൊണ്ടാണ് കമാൻഡ് ചെയ്യപ്പെടുന്നത്. സ്നേഹത്തിൻ്റെ സോഴ്സ് എന്താണെന്നുള്ളതും സ്നേഹം എന്താണ് എന്നുള്ളതും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം സ്നേഹമാകുന്നു എന്ന് നമ്മളിവിടെ വായിക്കുന്നു. അതാ സ്നേഹത്തിൻ്റെ സോഴ്സ്, ഉറവിടം. വേദപുസ്തകം സ്നേഹം എന്നതിനാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിക്കുകയുണ്ടായി. സ്നേഹമെന്നുള്ളത് കേവലം ഒരു തോന്നലും വികാരപ്രകടനവുമല്ല. വികാരങ്ങൾ, ഇമോഷൻസ് ഉണ്ട് സ്നേഹത്തിൽ, പ്രകടനങ്ങൾ നിശ്ചയമായിട്ടുമുണ്ട്, എക്സ്പ്രഷൻസ് ഉണ്ട്. എന്നാൽ സ്നേഹമെന്നുള്ളത് അതിനേക്കാൾ ഉപരിയായിട്ട് പ്രവൃത്തിയാണ് എന്ന് ദൈവവചനപ്രകാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ദൈവവചനം സ്നേഹത്തെ അങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പല ആവർത്തി കണ്ടു. ഏറ്റവും അടിസ്ഥാനപരമാകുന്ന വാക്യം തന്നെ പല പ്രാവശ്യം ആവർത്തിച്ചു. വീണ്ടും ആവർത്തിപ്പാൻ എനിക്ക് മടിയില്ല. തൻ്റെ ഏകജാതനാകുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ആ പുത്രനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ സ്നേഹിച്ചു എന്നുള്ളത് പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഒരു ഇമോഷൻ അല്ലായിരുന്നു എന്നുള്ളതാണ് ആ വാക്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കേവലം ഒരു ഇമോഷൻ അല്ലായിരുന്നു. ദൈവത്തിന് നമ്മോട് സ്നേഹമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്നേഹമുണ്ട്, ദൈവം സ്നേഹമാണ് എന്നുള്ള നമ്മുടെ തോന്നലല്ല. നേരെ മറിച്ച് ദൈവം ചെയ്ത പ്രവൃത്തി കൊണ്ടാണ് സ്നേഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ വേദപുസ്തകം സ്നേഹത്തെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഇമോഷനിൽ കൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ്. അതുകൊണ്ടാണ് ഏറ്റവും അടുത്ത ബന്ധമെന്നുള്ളത്, ഈ ഭൂമിയിൽ ഏറ്റവും അടുത്ത ബന്ധം
മകനോ മകളെന്നോ പിതാവെന്നോ ഉള്ള ബന്ധമല്ല ഏറ്റവും അടുത്ത ബന്ധം. ഏറ്റവും അടുത്ത ബന്ധം, ഭൂമിയിലെ ബന്ധം, ഭാര്യയും ഭർത്താവും എന്നുള്ള ബന്ധമാണ്. ഭാര്യ ഭർത്തൃബന്ധം കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാ ബന്ധങ്ങളും വരുന്നുള്ളൂ. അതാ ദൈവം വെച്ചേക്കുന്ന പ്രമാണം. ആ കാര്യം എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ എന്ന് പറയുമ്പോൾ, ഒരു ഇമോഷൻ ഉണ്ടാകുന്ന, അല്ലെ ഒരു തോന്നലുണ്ടാകുന്ന, അങ്ങനെയുള്ളതാകുന്ന ഒരു വൈകാരിക പ്രകടനമായിട്ടല്ല അതിനെ പറഞ്ഞേക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ക്രിസ്തു എന്താണ് ചെയ്തതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവളെ വിശുദ്ധയും അല്ലെങ്കിൽ തനിക്ക് വേണ്ടി മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നോക്കുക, അപ്പോഴേ ഞാനത് പറയാനുള്ള വിഷയം, സ്നേഹമെന്നുള്ളത് ഒരു തോന്നലായിട്ടല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവഹൃദയത്തിലെ ഒരു തോന്നലല്ല സ്നേഹമെന്ന് നമ്മൾ കാണുന്നു. മനുഷ്യരുടെ സ്നേഹത്തിൻ്റെ പ്രകടനവും ഒരു തോന്നലിൽ നിൽക്കുന്ന ഒന്നല്ല, പ്രവൃത്തിയിലേക്ക് വരേണ്ടതാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോൾ വേദപുസ്തകം സ്നേഹത്തെ എങ്ങനെ നിർവചിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അതേ തുടർന്ന് നമ്മൾ ഒരു കാര്യം കൂടെ കണ്ടു, വൈ വി മസ്റ്റ് ലവ്, എന്തുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കേണ്ടതെന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലനാകുന്ന യോഹന്നാൻ താൻ കുഞ്ഞുങ്ങളെ, പ്രിയമുള്ളവരെ എന്നൊക്കെ വിളിക്കുന്ന ആ വിശുദ്ധന്മാരോട് അതെങ്ങനെ അവർക്ക് അളക്കാനായി കഴിയും എന്നുള്ളതാകുന്ന ഒരു മാനദണ്ഡം, ഒരു ക്രൈറ്റീരിയ, അല്ലെ ഒരു ക്രൈറ്റീരിയൻ, ഒരളവുകോൽ നൽകുകയാണ്. ഈ വേദഭാഗത്ത് നമ്മൾ വായിച്ചതാകുന്ന വേദഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ 12 മുതൽ 16 വരെയുള്ളതാകുന്ന വേദഭാഗം പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നതാകുന്ന ഒരു വിഷയം, സ്നേഹത്തോടുള്ള ബന്ധത്തിൽ നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ ആ വേദഭാഗം സ്നേഹം എന്ന വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നുവോ എന്ന് നമുക്ക് നമ്മെ തന്നെ അളക്കുവാനുള്ള ഒരു മാനദണ്ഡം, ഒരളവുകോലായിട്ട് ആ വേദഭാഗത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന് പറയുന്നു. 13-ാം വാക്യത്തിലും 15-ാം വാക്യത്തിലും 16-ാം വാക്യത്തിലും നാം ദൈവത്തിൽ വസിക്കുന്നു, ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് പറയുന്നു. അപ്പോസ്തലനാകുന്ന യോഹന്നാൻ വസിക്കുക എന്നുള്ളതിനാൽ നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തിലും നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പ് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ അതിന് ഫലം കായ്പാൻ കഴിയുന്നതല്ല. അപ്പോൾ അബൈഡ്, വസിക്കുക എന്നുള്ളതിനാൽ ദൈവവചനം അർത്ഥമാക്കുന്നത് ദൈവവുമായിട്ടുള്ള ആഴമായ കൂട്ടായ്മ ബന്ധത്തെ കുറിക്കുന്ന ഒരു പദമാണ് വസിക്കുക എന്നതിനാൽ ദൈവവചനം അർത്ഥമാക്കുന്നത്. ഒരു വീട്ടിൽ ഒരാൾ അതിഥിയായി ചെല്ലുന്നതും ഒരു വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നതും 2 നിലകളിലാണ്. അതിഥിയായിട്ട് ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ള കാര്യം എന്താണെന്ന്
ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിഥിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പോളിഷ്ഡ് ബിഹേവിയറാണ്, ഇല്ലേ? ഒരതിഥി, നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വന്നാൽ ആ വ്യക്തിയുടെ മുൻപിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചായിരിക്കും. നമ്മൾ ആരാണെന്നും എന്താണെന്നും ഒന്നും പെട്ടെന്ന് വരുന്ന ഒരു അതിഥിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ഒരാൾ സ്ഥിരമായി നമ്മുടെ വീട്ടിലേക്ക് വന്ന് താമസിക്കുമ്പോഴാണ് നമ്മൾ ആരാന്നും എന്താണെന്നും മനസ്സിലാക്കുന്നത്. മാത്രമല്ല, സ്ഥിരമായി താമസിക്കുമ്പോഴാണ് ശരിയായ നിലയിൽ പോയാൽ അന്യോന്യമുള്ളതാകുന്ന ബന്ധം വർദ്ധിക്കുന്നത്. അതുപോലെ തന്നെയാണ് വസിക്കുക എന്ന് പറയുമ്പോൾ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുക എന്ന് പറയുമ്പോൾ നാളുകൾ കഴിയും തോറും ദൈവവുമായിട്ടുള്ള ആ ബന്ധം അതിനാഴമുണ്ടാകുകയാണ്. അതിന് കാരണം ദൈവത്തിന് നമ്മെ അറിയാം. അപ്പം ദൈവം നമ്മോടൊപ്പം താമസിച്ച് നമ്മെ അറിയേണ്ട ഒരു കാര്യമില്ല. ദൈവത്തിന് നമ്മെ അറിയാം. എന്നാൽ നമുക്ക് ദൈവത്തെ അറിയണമെങ്കിൽ നാം ദൈവത്തോടുകൂടെ വസിക്കണം. അങ്ങനെ ദൈവത്തെ നമ്മൾ അറിയും തോറുമാണ് ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മിൽ വർദ്ധിക്കുന്നത്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ അവൻ ദൈവത്തെ അറിയുകയാണ്. എന്നാൽ ആ ഒരു തുടക്കത്തിൽ നിന്നും ദൈവം അവനെയും അവൻ ദൈവത്തെയും ആഴമായി അറിയുന്ന നാളുകൾ കഴിയും തോറും ആ ബന്ധത്തിന് വലിയ വ്യാപ്തി ഉണ്ടാകുന്ന ഒരനുഭവത്തിലേക്ക് വരികയാണ്. വീണ്ടും ജനിച്ച എല്ലാവരും അവർ ദൈവത്തിൽ വസിക്കുന്നവരെന്ന് വേണേ പറയാം. പക്ഷെങ്കിൽ നാളുകൾ കഴിയും തോറും ദൈവവുമായിട്ടുള്ള വാസം ചെയ്യുമ്പോൾ ദൈവത്തെ നമ്മൾ അറിയാൻ തുടങ്ങണം. അത് ചിലപ്പോൾ പല സന്ദർഭങ്ങളിലും പലർക്കും അതില്ലാതെ വരികയാണ്. എന്നാൽ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ദൈവത്തിൽ വസിക്കുന്നു എന്നത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും? വാട്ട് ഈസ് ദി അഷ്വറൻസ് ഓഫ് അബൈഡിങ് ഇൻ ഗാഡ്? വാട്ട് ഈസ് ദി അഷ്വറൻസ്? നമ്മൾ ദൈവത്തിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പെന്താ? ആ കാര്യമാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അങ്ങനെ ദൈവത്തിൽ വസിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സ്നേഹം നമ്മിൽ വർദ്ധിക്കുകയും അന്യോന്യമുള്ള സ്നേഹം തോന്നലല്ല, സെൻറ്റിമെൻ്റ് അല്ല, നമ്മൾ വേദപുസ്തകം പറയുന്ന നിലയിലുള്ള സ്നേഹം നമ്മുടെ സഹോദരനോടോ സഹോദരിയോടോ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തിൽ വസിക്കുന്നവരാണ്. അല്ലേ മറ്റു വാക്കി പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്.
എന്നാൽ നമ്മിൽ സ്നേഹം വേദപുസ്തകം പറയുന്ന അർത്ഥമാക്കുന്ന ആ സ്നേഹം നമ്മിൽ വർദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരല്ല, അല്ലെ ദൈവത്തിൽ വസിക്കുന്നവരല്ല. ഇറ്റ് ഈസ് ആസ് പ്ലെയിൻ ആസ് ദാറ്റ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. യോഹന്നാൻ്റെ ലേഖനത്തിൽ പല സന്ദർഭത്തിൽ നമ്മൾ കണ്ടു. യോഹന്നാൻ്റെ ലേഖനമെന്നുള്ളത് തന്നെ നമ്മൾ ദൈവമക്കളാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നമ്മെ അളക്കാനുള്ള, ഇത് പറയുമ്പം അവൻ അല്ലെ അവൾ എന്ന് ചിന്തിക്കാതെ നമ്മൾ നമ്മെ അളക്കണം, അല്ലെ പിന്നെ അതിനോട് ഒരു പ്രയോജനവുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിശ്ചയമായിട്ടും ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. എത്രത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ സ്നേഹം നമ്മിൽ വർദ്ധിക്കുന്നു എന്ന ആ ഒരു അളവുകോല് കൊണ്ട് നമ്മൾ അളന്നു നോക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ വസിക്കുന്നവരാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ആദ്യമേ തന്നെ ഒരു കാര്യം ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുക. പെർഫെക്ഷൻ അല്ല ഇവിടുത്തെ വിഷയം. ഇറ്റ് ഈസ് നോട്ട് വെദർ യു ആർ പെർഫെക്റ്റ്, റാദർ ദ ഡിറക്ഷൻ ഓഫ് യുവർ ലൈഫ്. പെർഫെക്ഷൻ അല്ല, നമ്മളാരും പെർഫെക്റ്റ് അല്ല, പക്ഷേ നമ്മുടെ പോക്കെങ്ങോട്ടാ. അല്പമെങ്കിലുമൊക്കെ ആ കാര്യത്തിൽ നമുക്ക് പ്രോഗ്രസ് ഉണ്ടെങ്കിൽ, നമ്മൾ ആ ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ദൈവത്തിൽ വസിക്കുന്നവരാ. അല്ല, അത് നമ്മുടെ വിഷയമേ അല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കുക, നമ്മൾ രക്ഷിക്കപ്പെട്ടവരല്ല, നമ്മൾ ദൈവത്തിൽ വസിക്കുന്നവരല്ല. ഞാൻ ആ വേദഭാഗം വിശദമാക്കാനായിട്ട് താല്പര്യപ്പെടുക. നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാനുള്ള രീതിയിലാണ് ആ കാര്യം എഴുതിയിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥനയോടെ ദൈവമുഖം അന്വേഷിച്ചാൽ മനസ്സിലാകുന്ന നിലയിലാണ് വേദപുസ്തകം എഴുതിയേക്കുന്നത്. അല്ലാതെ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളൊന്നുമല്ല ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഈ മർമ്മമെന്നൊക്കെയുള്ള വാക്കെന്നുള്ളത് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ എങ്ങാണ്ട് മറഞ്ഞിരിക്കുന്നു, അതുവരെ ആർക്കും മനസ്സിലാകാത്ത ഒരു കാര്യം മനസ്സിലാക്കി തരികയൊന്നുമല്ല. ഇറ്റ് ഈസ് ഓൾറെഡി ദർ. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ട്രെയിൻഡ് ഐസ് ഉണ്ടെങ്കിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത്. ഉദാഹരണത്തിന്, നല്ല ചെടിയും വൃക്ഷങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തോട്ട് ഒരു സാധാരണക്കാരൻ പോയാൽ അവന് കുറേ കാടും കുറേ കുറ്റിച്ചെടിയുമൊക്കെ അവന് കാണാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഔഷധങ്ങളെക്കുറിച്ചും നല്ല ഒരു ബോട്ടണി അല്ലേ ആ ശാഖയുടെ പേര്, ബോട്ടണി, നന്നായി ബോട്ടാണിക്കൽ ട്രെയിനിങ് ലഭിച്ച, അല്ലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ള ഒരാളൊരു കാട്ടിലോട്ട് കയറിയാൽ ആ ആൾ കാണുന്നത് നമ്മൾ കാണുന്ന പോലെ അല്ല. അതിൻ്റെ കാര്യം എന്താ? അതവിടെ ഇല്ലാഞ്ഞിട്ടാണോ? നമ്മൾ കണ്ട കാര്യം തന്നെ അവിടെ ഉണ്ട്, പക്ഷെങ്കിൽ അദ്ദേഹം കാണുന്നത് വ്യത്യസ്തമാകുന്ന നിലയിലാണ്. ഇല്ലാത്ത കാര്യങ്ങളല്ല അദ്ദേഹം കാണുന്നത്. ഇതുപോലെ ദൈവവചനം ഇതുപോലെ തന്നെയാണ്. അവിടെ ഒന്നും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ, കുറേ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ പ്രസ്താവിക്കുകയൊന്നുമല്ല. സത്യത്തിൽ അവിടെ ഉള്ള കാര്യങ്ങൾ കണ്ണിനെ ദൈവാത്മാവ് പ്രകാശിപ്പിക്കുമ്പം ആർക്കും കാണത്തക്ക നിലയിലാണ് വേദപുസ്തകം എഴുതിയേക്കുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു താല്പര്യം നമ്മിലുണ്ടാകണേ. വൈകുന്നേരം ഏതെങ്കിലുമൊക്കെ ആരോ ഒരിക്കൽ പറഞ്ഞതുപോലെ, ചില വീട്ടിലെയൊക്കെ
വേദപുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഈ നടുക്കത്തെ ഭാഗം ഇങ്ങനെ തള്ളി വരുമെന്ന് പറയും. ആ സങ്കീർത്തനങ്ങളുടെ ഭാഗമേ. കാരണം എപ്പോഴും ഉപയോഗിക്കുന്നത് ആ ഒരു ഭാഗം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം വായിച്ച കുഴപ്പമൊന്നുമില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ക്രമമായി വേദപുസ്തകം വായിക്കണം. കുടുംബത്തിലെ ഹസ്ബൻഡ് അതിന് ലീഡർഷിപ്പ് എടുക്കണം. ഇച്ചിരി പ്രയാസം അല്ലേ? നിങ്ങൾ റെസ്പോൺസിബിളാണ്. യു ആർ ദ പ്രീസ്റ്റ് ഓഫ് യുവർ ഹൗസ്. നിങ്ങൾ കുടുംബത്തിലെ പുരോഹിതനാണ്. സാധിക്കുമെങ്കിൽ അല്പസമയം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് സമയമെടുക്കണം. എൻ്റെ വിഷയത്തിന് ഞാൻ പോയി, പക്ഷേ പ്രയോജനമുള്ളതൊക്കെ പറയണമല്ലോ. കുഞ്ഞുങ്ങളെ സന്ധ്യാസമയം വിളിച്ചിരുത്തി വേദപുസ്തകം അവരെ പഠിപ്പിക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം പുരുഷന്മാർക്കാണ്. എന്നും കണ്ട് നിങ്ങൾക്കില്ലെന്നല്ല, ഉണ്ട്. പ്രാഥമികമാകുന്ന റെസ്പോൺസിബിലിറ്റി. വിഷയത്തിന് ഞാൻ പോയെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ അത് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, അങ്ങനെയുള്ളതാകുന്ന ഒരു ക്രമമാകുന്ന ദൈവവചന പഠനത്തോടുള്ള ഒരു താല്പര്യം നമ്മിലുണ്ടാകാം എങ്കിൽ നമ്മെ തെറ്റിച്ച് കളയാൻ ആർക്കും പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഈ തെറ്റുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒത്തിരി കാര്യങ്ങളുടെ പുറകെ പോകുന്നത്? അതിൻ്റെ കാരണം നമ്മളീ പറഞ്ഞതുപോലെ ഇതുവരെ ഇല്ലാത്ത കുറേ മർമ്മം ആരെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കാനുള്ള താല്പര്യം. പ്രിയപ്പെട്ടവരെ, TV കാണൽ നിവൃത്തിയുണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കട്ട് ഷോട്ട് ചെയ്യുക. അങ്ങപ്പോൾ പറയും ഞങ്ങൾ 1 മണിക്കൂറൊന്നും കാണുന്നില്ല, പിന്നെ 35 മിനിറ്റ് ഒരു സീരിയൽ വരും, അതേ കാണുന്നുള്ളൂ. ഇതെങ്ങനെ ഇയാൾ ഈ കൃത്യമായിട്ട് അറിയത്? എനിക്കറിയത്തില്ല, ഞാനങ്ങ് ഗസ് ചെയ്തതാണ്. സ്റ്റോപ്പ് ഇറ്റ്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നേരെ മറിച്ച് അത് ഉള്ളിലോട്ട് കയറിയാൽ അതുകൊണ്ട് ദോഷമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അത് കുറച്ചിട്ട് ദൈവവചനം നമ്മളുടെ ഉള്ളിലോട്ട് കയറാനുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദർ വെരി പ്ലെയിൻ ടു സീ ഫോർ എവ്രിബഡി. എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന, എല്ലാവർക്കും ഗ്രഹിക്കാൻ കഴിയുന്ന ദൈവവചനമാണിത്. ആകയാൽ ആ കാര്യം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. നമുക്ക് നമ്മെ തന്നെ അളക്കാനായിട്ട് കഴിയണം. നമ്മുടെ ഡിറക്ഷൻ ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി എങ്ങോട്ടാണ്? നമ്മൾ കർത്താവിൽ വസിക്കുന്നവരാണോ? ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം. എങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും? 12-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ വളരെ ചിന്തിച്ചു. യോഹന്നാൻ അപ്പോസ്തലൻ ഈ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്ന് പറയുന്നതിൻ്റെ കാരണമെന്താ? മറ്റൊരു ഭാഗത്ത് താൻ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, ദൈവത്തെ ഞങ്ങൾ കണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. യേശുവിനെ കണ്ടതിനെക്കുറിച്ചാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സവിശേഷത ആരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമാ ദൈവം. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ദൈവത്തെ കാണാൻ എന്ത് ചെയ്യുകയില്ല, കഴിയുന്നതുമല്ല. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിലും ഒക്കെ ചിലരൊക്കെ ദൈവത്തെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.
അതിൻ്റെ അർത്ഥം എന്താ? അത് വിശദീകരിക്കാനായിട്ട് ഒരു ചെറിയ ഇല്ലസ്ട്രേഷൻ ഞാൻ പറയാം. വേദപുസ്തകം തമ്മിൽ കോൺട്രഡിക്റ്റ് ചെയ്യുകയാണ്. ഒരിടത്ത് പറയുന്നു ദൈവത്തെ അവർ കണ്ടു. ഇസ്രായേൽ മൂപ്പന്മാർ ദൈവത്തെ എന്ത് ചെയ്തു? യഹോവയെ കണ്ടു. മോശയെക്കുറിച്ച് പറഞ്ഞേക്കുന്നു, അവൻ എന്ത് ചെയ്തു? ദൈവത്തെ അപൂർവമായിട്ട് കണ്ടു. യെശയ്യാവിനെ കുറിച്ച് പറഞ്ഞേക്കുന്നു, യെശയ്യാവ് എന്ത് ചെയ്തു? യഹോവ ഉയർന്നും പൊങ്ങി ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നതായി കണ്ടു. മനോഹയുടെ ഭാര്യ ദൈവത്തെ കണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. മനോഹ ആരാ? ആരാ ആരാ ആരാ? ഓക്കെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ദൈവത്തെ കണ്ടു എന്ന് വേദപുസ്തകം പറയുകയും ഇവിടെ ഈ വേദഭാഗത്തും തിമോത്തിയോസിൻ്റെ ലേഖനത്തിലും ഒക്കെ ദൈവത്തെ ആരും കണ്ടിട്ടില്ലെന്നും കാണുവാൻ കഴിയത്തില്ലെന്നും ഒക്കെ പറയുന്നതും തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? അധികം വിശദീകരണം നൽകാതെ ഒരു ചെറിയ ഉദാഹരണം പറയാം. കോൺട്രഡിക്റ്റ് ചെയ്യുന്ന 2 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാൻ പോകുകയാണ്. അത് 2 സത്യം. ഒന്ന്, ഞാൻ എൻ്റെ മുഖം ഇന്നുവരെ കണ്ടിട്ടില്ല. ശരിയാണോ? ശരിയാണോ? അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ എൻ്റെ മുഖം എന്നും കാണുന്നുണ്ട്. ശരിയാണോ? 2ഉം ശരിയാ. എന്തുകൊണ്ടാണ് 2ഉം ശരിയാകുന്നത്? ഞാൻ എൻ്റെ മുഖം എന്നും കാണുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ മുഖത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഞാൻ കാണുന്നുണ്ടെന്നാണ്. ഞാൻ എൻ്റെ മുഖം ഇന്നുവരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ ഇന്നുവരെ എൻ്റെ മുഖം എന്ത് ചെയ്തിട്ടില്ല, കണ്ടില്ല. 2ഉം ശരിയല്ലേ? അതുപോലെയാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ദൈവം അവിടുന്ന് ആരായിരിക്കുന്നുവോ അവിടുത്തെ തേജസ്സിലും അവിടുത്തെ മഹിമയിലും അവിടുത്തെ മഹത്വത്തിലും അവിടുത്തെ സകല ശക്തിയിലും ഇന്നുവരെ ഒരു മനുഷ്യനും ദൈവത്തെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല, കാണുവാൻ കഴിയുകയുമില്ല. എന്നാൽ ഒരു ദിവസം നമ്മൾ കാണും, അത് വേറെ വിഷയം. ഇന്നുവരെ കണ്ടിട്ടില്ല. എന്നാൽ കാണുവാൻ കഴിയാത്ത ദൈവത്തെ എങ്ങനെ കാണാൻ കഴിയും? അതാ ഇവിടുത്തെ വിഷയം. ഇൻവിസിബിളായിട്ടുള്ള, കാണാൻ കഴിയാത്ത ദൈവത്തെ എങ്ങനെയാ കാണാൻ കഴിയുന്നത്? ആ വാക്യം ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തമാണത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞേച്ച് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലൻ പറയുക, അതിനോട് ചേർന്ന് പറയുക, നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവിടുത്തെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. അപ്പോൾ കാണാൻ കഴിയാത്ത ദൈവത്തെ ഇന്ന് എനിക്ക് കാട്ടിക്കൊടുക്കുവാൻ കഴിയുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗം എന്താ? സ്നേഹം. മനസ്സിലാകുന്നുണ്ടോ ആ വാക്യത്തിൻ്റെ അർത്ഥം? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അങ്ങനെ കാണാൻ കഴിയാത്ത ദൈവത്തെ കാണാൻ കഴിയുന്നത് ദൈവമക്കളിൽ അവർ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് സ്നേഹത്തിൻ്റെ പ്രവൃത്തി അവരിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവത്തെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തെ കാണാൻ കഴിയുന്നത് സ്നേഹത്തിൻ്റെ മാർഗം. എത്രയോ ഇടങ്ങളിൽ, വിശേഷിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം അത് ബൈബിൾ ക്ലാസ്സിൽ ആ കാര്യം പറയുകയുണ്ടായി, ഈസ്റ്റേൺ യൂറോപ്പിൽ അനേക ദശകങ്ങൾ, പതിറ്റാണ്ടുകൾ
സുവിശേഷത്തിന് സ്വാതന്ത്ര്യമില്ലാതെ ഇരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. റുമേനിയയിലും അതുപോലെ അങ്ങനെയുള്ളതാകുന്ന ആ ദേശങ്ങളിൽ. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ യേശു കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. അനേക സോൾജിയേഴ്സ്, ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവർ രക്ഷിക്കപ്പെട്ടു. അവിടെ സുവിശേഷം പറയാൻ സാധ്യമല്ല, വേദപുസ്തകം അവൈലബിൾ അല്ല. ഈസ്റ്റേൺ യൂറോപ്പിലൊക്കെ ദൈവവചനത്തോടുള്ള അവരുടെ സ്നേഹം, ദൈവവചനത്തിൻ്റെ ആ പ്രാധാന്യത, അതെത്ര പ്രഷ്യസ് ആണെന്ന് ഉള്ളതിനെയൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന അനേക പുസ്തകങ്ങളുണ്ട്. ഞാനൊരു പുസ്തകം റെഫർ ചെയ്യാം. ഇപ്പം ജീവനോടിരിക്കുന്ന ഒരാളാണ് ബ്രദർ ആൻഡ്രൂ എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഓപ്പൺ ഡോർസ് എന്ന് പറയുന്ന ആ വലിയ സുവിശേഷീകരണ സംഘടനയ്ക്ക് നേതൃത്വം, അല്ലെ അതിൻ്റെ ഫൗണ്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ എത്രയോ അനുഭവങ്ങൾ, പല പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. ഞാൻ ആ പല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിലൊരു പുസ്തകം ഗോഡ്സ് സ്മഗ്ലർ എന്ന, അനേക ഇടങ്ങളിൽ ദൈവത്തിൻ്റെ വചനം എത്തിപ്പാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. ചില സന്ദർഭങ്ങളിൽ ദൈവവചനത്തോടുള്ളതാകുന്ന അവരുടെ ആർത്തിയെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ഞാനിത് പറയാൻ കാര്യം, നമ്മുടെ കയ്യിൽ വേദപുസ്തകം നമുക്കുള്ളപ്പോൾ, നമുക്ക് ഈ സാഹചര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. എന്നാൽ ദൈവവചനത്തിൻ്റെ വില എന്താണെന്നുള്ളത് അങ്ങനെയുള്ളവരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള ഇടങ്ങളിൽ അനേകർ യേശു കർത്താവിങ്കിലേക്ക് ആകർഷിക്കപ്പെടാൻ കാരണമായി തീർന്നത് ദൈവമക്കളുടെ അന്യോന്യമുള്ള സ്നേഹവും പുറത്തുള്ളവരെ അവരെങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നതിനാലുമാണ്. ഒരു സുവിശേഷവും പറഞ്ഞിട്ടില്ല. കാരണം പറയത്തില്ല, പറയാൻ സാധ്യമല്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അനേകർ ദൈവമക്കളായി തീരാൻ, അല്ലെങ്കിൽ അദൃശ്യനാകുന്ന ദൈവത്തെ അങ്ങനെയുള്ള ഇടങ്ങളിൽ കാണാനിടയായി തീർന്നത് ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹം നിമിത്തമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിലും ഒരു സഭയിലും അന്യോന്യമുള്ള സ്നേഹം നിമിത്തം മറ്റുള്ളവർ കർത്താവിങ്കലേക്ക് ആകർഷിക്കപ്പെടുന്നെങ്കിൽ അവരേറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാ. അതിൻ്റെ കാരണം അവർ കർത്താവിൽ വസിക്കുന്നവരാണെന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ്. നമ്മൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കണം. ഇതാ യോഹന്നാൻ പറയുന്ന അളവുകോൽ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ കഴിയത്തുമില്ല. പക്ഷെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും. എങ്ങനെ? നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രമല്ല, അപ്പോൾ അന്യോന്യമുള്ളതാകുന്ന ആ സ്നേഹമാണോ, അതോ നമ്മൾ സ്നേഹത്തിൽ പ്രതികരിക്കുകയാണോ, അതോ ആ ബിറ്റർനെസ്, ആ കയ്പും ആ പകയും ആ വിരോധവും ആ വിദ്വേഷവും അതിലാണോ നമ്മുടെ പ്രതികരണം? ഇതിലേതാ നമ്മിൽ ഡോമിനൻ്റായിട്ട് നിൽക്കുന്നത്? നമ്മിൽ വിദ്വേഷവും നമുക്ക് നീരസവും ഒക്കെ നമ്മിൽ വരാം. പക്ഷേ നമ്മളെ നിയന്ത്രിക്കുന്ന ഘടകമേതാ? നമ്മളെ നിയന്ത്രിക്കുന്ന അത് രണ്ടും കൂടെ ഒരു ബാലൻസിൽ വെച്ചാൽ, ഒരു തുലാസിൽ വെച്ചാൽ ഏതിനാ തൂക്കം? ഒരു വശത്ത് പകയും പിണക്കവും വിദ്വേഷവും വിരോധവും ഒക്കെ വെക്കുക, മറുവശത്ത് സ്നേഹം വെക്കുക. ഏതാ താഴുന്നത്? ഏതാ പൊങ്ങിപ്പോകുന്നത്? ഇതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് തമ്മിലുണ്ട്, പകയുണ്ട്, പിണക്കമൊക്കെ ഉണ്ട്. അത് നമ്മിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ മാറിപ്പോയിട്ടൊന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല, വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല.
അതുള്ളത് കൊണ്ടാണ് അത് മാറ്റാനായിട്ട് ദൈവമക്കളോടത് ആവശ്യപ്പെടുന്നത്. പക്ഷെങ്കിൽ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ശ്രദ്ധിക്കണം, സ്നേഹം എന്ത് ചെയ്യുന്നു? ലവ് കവേഴ്സ് ഓവർ ഓൾ റോങ്സ്. റോങ്സ് ഇല്ലാഞ്ഞിട്ടല്ല, റോങ്സ് ഇല്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ചല്ല വേദപുസ്തകം പറയുന്നത്. പിന്നെ ആ റോങ്സ് ഉള്ളപ്പോൾ, ഇൻ ദ മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് സിൻ, സ്നേഹം എന്ത് ചെയ്യുന്നു? ലവ് കവേഴ്സ് ഓവർ ദാറ്റ്. നമ്മളെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാ. നമുക്കെല്ലാവർക്കും ആ നിലയിൽ പ്രതികരിപ്പാനുള്ള ഒരു ബെൻഡ്, ഒരു 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 വലിച്ചിൽ, ഒരു വളവ് നമ്മിലുണ്ട്. പക്ഷെങ്കിൽ അതിനെ കവിയുന്ന ദൈവസ്നേഹം നമ്മിലുണ്ടോ? അതാ വിഷയം. ചില സന്ദർഭങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടെന്നുള്ളത് ശരിയാ, പക്ഷെങ്കിൽ അതിനെക്കുറിച്ചുള്ള അനുതാപം നമുക്കുണ്ടോ? അത് നന്നാകണമെന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് താല്പര്യമെങ്കിലുമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ വസിക്കുന്നവരാ. അല്ലാതെ എൻ്റെ അപ്പന് കോപം ഉണ്ടായിരുന്നു, എൻ്റെ വല്യപ്പന് കോപം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ വല്യപ്പച്ചൻ മഹാകോപിഷ്ഠനായിരുന്നു. ഇതിനെക്കുറിച്ച് പറയുമ്പം അപ്പൻ്റെയും വല്യപ്പൻ്റെയും കാര്യം പറയും. എന്നാൽ അതേ പട്ടികയിൽ പറയുന്ന വേറെ ചിലതുണ്ടല്ലോ, ഞങ്ങളുടെ അപ്പൻ അങ്ങനെ ആയിരുന്നു, ഞങ്ങളുടെ വല്യപ്പനും അങ്ങനെ ആയിരുന്നെന്ന് പറയുന്ന ആരെയും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായെന്നാ എൻ്റെ ചിന്ത. മനസ്സിലായില്ലെങ്കിൽ ഞാൻ പേഴ്സണലി ചോദിച്ചാൽ പറഞ്ഞുതരാം. പ്രിയപ്പെട്ടവരെ, നമുക്കതിൽ അഭിമാനിക്കാനൊന്നുമില്ല. പാപത്തിൽ എന്താ അഭിമാനിക്കാനുള്ളത്? എനിക്ക് ദേഷ്യമുണ്ടെന്ന്, എനിക്ക് കോപമുണ്ടെന്നും അതിനകത്ത് എന്താ അഭിമാനിക്കാൻ? എനിക്ക് അസൂയ ഉണ്ടെന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ. അതെന്താ പറയാത്തത്? അപ്പം കോപം അല്ലെ അങ്ങനെയുള്ള കാര്യം ഇച്ചിര നോ 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 വേദപുസ്തകം അങ്ങനല്ല പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, അതിനെക്കുറിച്ച് നമുക്ക് അനുതാപമുണ്ടോ? അതിനെക്കുറിച്ച് മനസ്താപമുണ്ടോ? അത് ഏറ്റുപറയാനുള്ള താല്പര്യം നമുക്കുണ്ടോ? സോറി എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അന്നേരം നമ്മുടെ ഇജ്ജത്ത് അങ്ങ് താഴുക. ഇജ്ജത്തെന്ന് പറഞ്ഞാൽ അറിയാമോ? അഭിമാനം. സത്യത്തിൽ അത് അന്നേരമല്ല അഭിമാനക്കുറവുണ്ടാകുന്നത്. തെറ്റ് ചെയ്യുമ്പോഴാണ് അഭിമാനം കുറവുണ്ടാകുന്നത്. എന്നാൽ തെറ്റിനെ തിരുത്തുമ്പോൾ നമ്മുടെ അഭിമാനം കൂടുക ചെയ്യുന്നത്. ഈ ഒരു ചിന്താഗതി നമുക്കുണ്ടാകണം. സോറി എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് താഴുകയല്ല. സോറി എന്ന് പറയുന്നത് ഒരു 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 നല്ല ലക്ഷണമാണ്. അതിന് നമുക്ക് കഴിയുന്നുണ്ടോ? സ്നേഹത്താൽ അങ്ങനെ ദൈവത്തെ കാണാത്തവനാകുന്ന, കാണാൻ കഴിയാത്ത ദൈവത്തെ എന്നിൽ വേറൊരാൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അതാ വിഷയം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആ കാണാൻ കഴിയാത്ത ദൈവത്തെ എൻ്റെ ജീവിതക്രമം കൊണ്ട് വേറൊരുവന് കാണാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ കർത്താവിൽ വസിക്കുന്നവനാണ്. വേദപുസ്തകത്തിൻ്റെ അർത്ഥം വളരെ ക്ലിയറാണ്. ഞാൻ പറഞ്ഞല്ലോ, വലിയ വ്യാഖ്യാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. താഴോട്ട് നമ്മൾ അനേക കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാൻ കഴിയും. 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ വാക്കുകളെ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, നാം അവനിലും അവിടുന്ന് നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നമ്മൾ അറിയുന്നു. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, ആത്മാവിനെ,
പരിശുദ്ധാത്മാവിനെ നമ്മിൽ തന്നതിനാലാണ് നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നത്. അതെന്താ അതിൻ്റെ അർത്ഥം? അവിടെയും ആ കോണ്ടെക്സ്റ്റ് മാറ്റാൻ നമുക്ക് അധികാരമില്ല. 13-ാം വാക്യം തന്നെ നിൽക്കുകയല്ല. 13-ാം വാക്യം അതിൻ്റെ മുകളിലുള്ള വാക്യവും താഴോട്ടുള്ള വാക്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നതിനാൽ നമുക്കറിയാം നാം ദൈവത്തിലും ദൈവം നമ്മിലുമാ വസിക്കുന്നതെന്ന്. ഈ അറിവ് നമുക്കുണ്ടാകാറുണ്ടോ? അതെങ്ങനെയാ അറിയാൻ പറ്റുന്നേ? എന്നോ എപ്പോഴോ ആരോ വന്ന് തലയിൽ കൈവച്ചപ്പം ഏതാണ്ടൊക്കെ പറഞ്ഞതുകൊണ്ടാണോ ആത്മാവുണ്ടെന്ന് അറിയാൻ പറ്റുന്നേ? പെണങ്ങല്ലേ എന്നോട്? ഞാൻ ആത്മവരങ്ങളെ തുച്ഛീകരിക്കുകയല്ല, അതുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. വേദപുസ്തകം അങ്ങനെ പറയുന്നു. എന്നാൽ ഈ കോണ്ടെക്സ്റ്റിൽ ഒന്ന് ചിന്തിച്ചേ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞാൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം എന്നിൽ വസിക്കുന്നു എന്ന് എനിക്കറിയാം. ഏത് കോണ്ടെക്സ്റ്റിൽ? സ്നേഹത്തിൻ്റെ കോണ്ടെക്സ്റ്റ്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്തിനാ ദൈവാത്മാവിനെ കുറിച്ച് പറയുന്നേ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആത്മാവിൻ്റെ ഫലമോ സ്നേഹം. റോമർ 5:5 എടുത്തു വായിച്ചു. റോമർ 5:5. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. അപ്പോൾ ദൈവം അവിടുത്തെ ആത്മാവിനെ എന്നിൽ പകർന്നോ എന്ന് പ്രായോഗിക ജീവിതത്തിൽ എനിക്കെങ്ങനെ അറിയാം? സ്നേഹിക്കുന്നെങ്കിൽ അറിയാം. മനസ്സിലാവുന്നുണ്ടോ? എന്താ തെളിവ് ദൈവാത്മാവ് എന്നിൽ വസിക്കുന്നതിന്? ഞാൻ സ്നേഹത്തിൽ നടക്കാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടുത്തെ കോണ്ടെക്സ്റ്റാണ് ഞാൻ പറയുന്നത്. വേറെ വേദഭാഗങ്ങളുണ്ട്, അനേക കാര്യങ്ങളുണ്ട്. ദൈവാത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുന്നോ, ആത്മാവിൻ്റെ നിറവിനെക്കുറിച്ചൊക്കെ അനേക വേദഭാഗങ്ങളുണ്ട്. അവിടേക്കല്ല ഞാൻ പോകുന്നത്. ഈ വിഷയത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം എന്നിൽ വസിക്കുന്നു എന്നുള്ളത് എനിക്ക് അളക്കാൻ കഴിയുന്ന അളവുകോൽ പ്രായോഗിക ജീവിതത്തിൽ ദൈവസ്നേഹത്തിലാണോ ഞാൻ ജീവിക്കുന്നത് എങ്കിൽ എനിക്കറിയാം ഞാൻ ദൈവത്തിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനിൽ പ്രവർത്തിപ്പാൻ ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കുക. കാരണം ആത്മാവ് വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ഫ്ലഡ് ചെയ്യുകയാണ്. ആത്മാവിൻ്റെ ഫലം സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, അത് വളരെ ക്ലിയർ അല്ലേ? വളരെ വ്യക്തമല്ലേ? വ്യക്തമാകുന്ന വേദഭാഗമല്ലേ? താഴോട്ടുള്ള വേദഭാഗങ്ങളും വളരെ കൃത്യതയോടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അവിടെ നമ്മൾ വായിക്കുന്നു, പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവിടുത്തെ ആത്മാവിനെ തന്നതിനാൽ നമ്മൾ അറിയുന്നു. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ്റെ സാക്ഷ്യമാണ്. എന്താ സാക്ഷ്യം? ലോകരക്ഷിതാവായിട്ട് അയച്ചു എന്ന്. അപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു പുതു ജീവൻ അനുഭവിക്കുന്നതിനാലാണ്. യേശു കർത്താവ് വീണ്ടും ജനനത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞത് നമ്മൾ മറന്നു പോകരുത്. അവിടെ ഇങ്ങനെയാണ് നിക്കോദീമോസിനോട് പറയുന്നത്. വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുന്ന
ആ വേദഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ, കാറ്റിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും എവിടെ നിന്ന് വരുന്നു എന്നോ എവിടേക്ക് പോകുന്നു എന്നോ അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയുകയാണ്, കാറ്റ് അത് കാണാൻ കഴിയത്തില്ല. ഇവിടെ കാറ്റടിക്കുന്നുണ്ട്, കാണാൻ കഴിയുന്നില്ല, കാറ്റ് കാണാൻ കഴിയുന്നില്ല. പക്ഷെ കാറ്റെനിക്ക് അറിയാൻ കഴിയും. അതിൻ്റെ കാരണം എന്നാ? നോക്കിയേ, ഈ പേജുകളും അറിയുന്നു. അപ്പോൾ എനിക്കറിയാം ഇവിടെ എന്തുണ്ട്, കാറ്റുണ്ട്. അതുപോലെയാണ് എന്ത് ചെയ്തത്, വീണ്ടും ജനിച്ചതെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ എനിക്ക് കാണാൻ കഴിയത്തില്ല, ദൈവാത്മാവ് എന്നിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ദൈവാത്മാവ് എന്നിൽ ചെയ്യുന്ന പ്രവൃത്തിയാലാണ്. ആ പ്രവൃത്തിയാലാണ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, കാണാൻ കഴിയുന്നത്. ആ ആത്മാവ് എന്നിലേക്ക് വരുമ്പോഴാണ് സത്യത്തിൽ യേശുവിനെ ദൈവപുത്രനാണെന്ന് എനിക്ക് ഹൃദയംഗമായി ഏറ്റുപറയാൻ കഴിയുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടി എനിക്ക് പറയാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു കർത്താവിനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്നുള്ളത്. അതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലും വായിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ ഫിലിപ്പിൻ്റെ കൈസറിൽ വെച്ച് ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ജനങ്ങൾ എന്നെ ആരെന്നാ പറയുന്നത്? ഒരു പല മറുപടി പറയുന്നു. നിങ്ങൾ എന്നെക്കുറിച്ച് എന്നെ പറയുന്നു, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു. യേശു കർത്താവിൻ്റെ മറുപടി, ശീമോനെ, ഇത് ജഡരക്തങ്ങളൊന്നും അല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. അപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഉള്ളിൻ്റെ ഉള്ളിൽ യേശു കർത്താവ് ആരാണെന്നുള്ളത്, അവിടുന്ന് എൻ്റെ രക്ഷകനാണെന്നുള്ളത്, അവിടുന്ന് എൻ്റെ കർത്താവാണെന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ട് കർത്താവിനെ എനിക്ക് കൺഫസ് ചെയ്യാൻ കഴിയുന്നത് ദൈവം പ്രത്യേകമായി എന്നിൽ ചെയ്യുന്ന പ്രവർത്തനത്താലാണ്. അങ്ങനെ ഞാൻ കൺഫസ് ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ദൈവത്തിൽ വസിക്കുന്നു എന്ന്. അപ്പോൾ മനസ്സിലാക്കണം, ഒന്ന് കൺഫസിങ് വിത്ത് അവർ മൗത്ത്, മറ്റൊന്ന് സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം. ഇത് രണ്ടുമാണ് നമ്മൾ ദൈവത്തിൽ വസിക്കുന്നുവോ ഇല്ലയോ എന്നതിൻ്റെ തെളിവ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.